Alhamdulillah. Innal hamdalillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala dinihi walau karihal musyrikun. Allahumma shalli 'ala Muhammad wa 'ala ali Muhammad kama shallaita 'ala Ibrahim wa 'ala ali Ibrahim innaka Hamidum Majid. Allahumma barik 'ala Muhammad wa 'ala ali Muhammad kama barakta 'ala Ibrahim wa 'ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khairal kalami kalamullah wa khairal hadithi kitabullah wa khairal hadyi hadyu Muhammadin sallallahu alaihi wasallam wa syarrul umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah. A'udzu billahi as-sami'il 'alim minasy syaithanir rajim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Bismillahirrahmanirrahim. Fatafu 'alaiha ta'ifun min rabbik wa hum na'imun. Allahumma rabbi shrah li sadri wa yassir li amri wa hlul 'uqdatam min lisani yafqahu qawli. Taqullaha ibadallah. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വസിയത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്നിവിടെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നാഥൻ നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് സൂറത്തു ഖലമിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരു സംഭവം പറഞ്ഞു തരുന്നുണ്ട്. ഇന്നാ ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന. ഒരു തോട്ടക്കാരുടെ സംഭവം പറയുന്നു. ഖുർആൻ ഒരു സംഭവമോ ചരിത്രമോ കഥകളോ പറയുമ്പോൾ അത് വെറുതെ ഒരു ചരിത്രം കേട്ടു പോകുന്നതിന് പകരം, ഒരു കഥ കേട്ടു പോകുന്നതിന് പകരം, ഒരു സംഭവം കേട്ടു പോകുന്നതിന് പകരം അതിലെന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് പറയാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുമുണ്ട് എന്ന ചിന്തയോടുകൂടിയാണ് ഖുർആനിൻ്റെ കഥകളെയും സംഭവങ്ങളെയും ചരിത്രങ്ങളെയും എല്ലാം നാം ഏറ്റെടുക്കേണ്ട ഒരു രീതി എന്നുള്ളത്. ഇവിടെ സൂറത്തു ഖലമിൽ ഒരു സംഭവം വിവരിക്കുന്നു, ഒരു തോട്ടക്കാരുടെ സംഭവം. അവരെ പരീക്ഷിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നു. ആരൊക്കെയാണ് ആ തോട്ടക്കാരെന്ന് കൃത്യമായി പറഞ്ഞില്ല. എത്ര ആളുകളുണ്ടോ അതും ഖുർആൻ പറഞ്ഞു വെച്ചില്ല. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ആ തോട്ടക്കാർ ഒരു സംഘം ആളുകളായിരുന്നു. അത് ഒരു മനുഷ്യൻ്റെ തോട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ അത് ഏറ്റെടുക്കുകയും അവരുടെ മക്കളായ തലമുറയാണ് ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥർ എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു കൂട്ടം ആളുകൾ, ഒരു തോട്ടക്കാർ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ് ചെയ്തത്. കമാ ബലൗന അസ്ഹാബൽ ജന്ന. ഇത് അഖ്സമു. നിങ്ങൾ അറിയണം ആ തോട്ടക്കാരെ കുറിച്ച്. എന്താണ് ആ തോട്ടക്കാരുടെ അവസ്ഥ? ഒരു സത്യം ചെയ്തവരാ. എന്താ ഒരു സത്യം ചെയ്തത്? യസ്രി മുന്നഹ മുസ്ബിഹിൻ. ഞങ്ങൾ തോട്ടത്തിലേക്ക്, ഞങ്ങളുടെ തന്നെ തോട്ടത്തിലേക്ക് വിളവെടുക്കാൻ ഞങ്ങൾ കടന്നു ചെല്ലും. ആ വിളവെടുക്കാൻ ഞങ്ങൾ കടന്നു ചെല്ലുന്ന സമയത്ത് മുഴുവനായി ഞങ്ങളെടുക്കും. വലാ യസ്തസ്നൂൻ. ഒന്നും ഞങ്ങൾ ഒഴിവാക്കുകയില്ല, ഒന്നും ഞങ്ങൾ ബാക്കിയാക്കുകയില്ല. ഞങ്ങളുടെ തോട്ടത്തിലേക്ക് ഞങ്ങൾ വിളവെടുക്കാൻ ചെന്നാൽ അവിടെയുള്ള മുഴുവനും ഞങ്ങൾ തന്നെ എടുക്കുമെന്ന ശാഠ്യത്തോടു കൂടിയാണ് അവരെ തോട്ടത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ ത്വാഫ അലൈഹ ത്വായിഫു മിർ റബ്ബിക്. അവരുടെ തീരുമാനം മുഴുവനായി അവരെടുക്കുമെന്ന. എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. വഹും നായിമുൻ. അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്ന തോട്ടത്തിലേക്ക് അസ്ബത കസ്വരീം. ആ തോട്ടം വിളവെടുത്തത് പോലെയായി. അതായത് തോട്ടം ഒന്നാകെ നശിച്ചു. ഈ തോട്ടം നശിച്ച വിവരമൊന്നും അറിയാത്ത ഈ ആളുകൾ എന്ത് ചെയ്തു? തോട്ടത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. ആ സമയത്താണ് ഫതനാദൗൽ മുസ്ബിഹിൻ. പ്രഭാതത്തിലാണ് അവർ ഇറങ്ങി പുറപ്പെടുന്നത്. പ്രഭാതത്തിൽ അവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരിങ്ങനെ അന്യോന്യം വിളിച്ചു പറയുന്നുണ്ട്, അനിയതു അല ഹർത്തിക്കും ഇൻകുന്തും സ്വാരിമി.
വേഗം വരൂ, തോട്ടത്തിലേക്ക് വേഗം പോവാ, നമുക്ക് കായ്കളെല്ലാം പറിക്കേണ്ടതാണ്, പെട്ടെന്ന് വരൂ എന്ന് ധൃതി കാണിക്കുന്നുണ്ട്. ഫൻതൊലഖുവഹും യതഖാഫത്തുൻ. അവരാ പോകുന്ന വഴിയിൽ ആ പ്രഭാതത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർ ചില കാര്യങ്ങൾ അടക്കം പറയുന്നുണ്ട്. വെറുതെയല്ല അവർ പോകുന്നത്, ആ പോക്കിലും അവർ ചില കാര്യങ്ങൾ ഇങ്ങനെ അടക്കം പറയുന്നവരാ. എന്താ അവർ അടക്കം പറയുന്നത്? അല്ലാ യദ്ഖുലന്നൽ യൗമ അലൈക്കും മിസ്കീൻ. ഇന്നത്തെ ദിവസം ഒരു പാവപ്പെട്ടവനും നാം ഇവിടെ വിളവെടുക്കുന്ന സമയത്ത് വരാതിരിക്കട്ടെ എന്ന് ശാഠ്യം പിടിച്ചവരായിരുന്നവർ. അവർ തെരഞ്ഞെടുത്ത സമയം പ്രഭാതത്തിന്റെ സമയം. എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാ ആളുകളും ഉറക്കത്തിന്റെ ആഴത്തിലേക്ക് പോകുന്ന സമയം അവർ തെരഞ്ഞെടുക്കുന്നു. എന്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നു? അതിനുള്ള മറുപടിയാണ്, ഒരു പാവപ്പെട്ട ഒരു മിസ്കീനും ഈ തോട്ടത്തിലേക്ക് വരരുത്. ഒരു നാട് എന്ന് പറയുമ്പോൾ നാട്ടിൽ കൃഷി നടക്കുമ്പോൾ ഒരു വിളവെടുപ്പിന്റെ സമയമായ കുറച്ച് പാവങ്ങളും ഇല്ലാത്തവനൊക്കെ ആ പരിസരത്ത് ഇങ്ങനെ തിങ്ങി ഇങ്ങനെ നിൽക്കും. എന്തെങ്കിലും ഒന്ന് കിട്ടിയാലോ, ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഒന്ന് തന്നാലോ എന്ന നിലയിൽ പാവപ്പെട്ട ആളുകൾ വരുന്നത് സ്വാഭാവികം. അപ്പൊ ആ ആളുകളൊന്നും വരാൻ പാടില്ല എന്ന ശാഠ്യത്തോടു കൂടി എന്ത് ചെയ്യണം, മുഴുവനായിട്ട് ഞങ്ങൾക്ക് എടുക്കണം എന്ന ശാഠ്യത്തോടു കൂടിയാണ് ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. ആ സമയം അവർ അതിനു വേണ്ടി തിരഞ്ഞെടുത്തു. അങ്ങനെ ഇതൊന്നും അറിയാതെ, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ വിവരമൊന്നും അവർ അറിയാതെ ഒരു തോട്ടത്തിന് മുന്നിലെത്തിയ സമയത്താണ് ആ തോട്ടം ഇങ്ങനെ കണ്ട സമയത്ത് അവരിലെ ചില ആളുകൾക്ക് പോലും മനസ്സിലായില്ല അവരുടെ തോട്ടം. ചില ആളുകൾ പറയണ്ടേ, ഈ തോട്ടം നമ്മളോട് തന്നെ അല്ലേ, നമ്മൾ വഴി മാറിപ്പോയോ എന്ന് പോലും ചോദിക്കുന്ന ചോദ്യമുണ്ട്. കാലു, അവരെ ചില ആളുകൾ പറഞ്ഞു, ഇന്നാലല്ലാലൂൻ, എടോ അതൊന്നല്ല, നമ്മൾ വഴി വിടച്ചതാണ്, അള്ളാഹു ശിക്ഷിച്ചതാണ്. ആ തോട്ടം വിളവെടുത്താൽ ഏത് രൂപത്തിലായോ ആ രൂപത്തിൽ വഹും നായിമൂൻ, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അത് നശിപ്പിച്ചതാണ്. അവർ ബുദ്ധിമാന്മാരായ ആളുകൾ അത് മനസ്സിലാക്കുകയും പിന്നീട് അവർ പശ്ചാത്തപിക്കുകയും മടങ്ങുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ആയത്തുകളിൽ നിന്ന് കിട്ടുന്ന പാഠം എന്താണ്? ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തോട്ടക്കാരെ പരീക്ഷിച്ച ഒരു സംഭവം പറഞ്ഞു തരുന്നു. ഇവിടെയാണ് പാവപ്പെട്ടവനും പണിക്കാരനും ഉള്ളവനും ഇല്ലാത്തവനും സഹകരണത്തിന്റെ വലിയൊരു മനസ്ഥിതിയാണ്. ഒരു കൂട്ടം ആളുകൾ ചിന്തിക്കുന്നു, ഈ തോട്ടം ഞങ്ങളുടേതാണ്, അതുകൊണ്ട് തന്നെ അതിലുള്ള വിളവുകളെല്ലാം ഞങ്ങൾ തന്നെ എടുക്കും, മുഴുവനായി ഞങ്ങൾക്ക് വേണം എന്ന ശാഠ്യം അവർക്കുണ്ടായത് കൊണ്ട് അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്, അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവരെ അനുഭവിപ്പിക്കില്ല എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അപ്പൊ മുഴുവനായിട്ട് നമ്മൾ എടുക്കുക എന്ന ശാഠ്യം, അത് ഏത് മേഖലയിൽ നമ്മൾ ചിന്തിച്ചാലും ആ ചിന്ത മുഴുവനും ഒരു ചിന്താഗതിയോട് മുന്നോട്ട് പോകുന്നത് അത് സാധ്യമാവുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആന്റെ ഈ പാഠത്തിൽ നിന്ന് കിട്ടുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാൻ ഒരുപാട് ആയത്തുകൾ ഇതേ ആശയത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇപ്പൊ നമുക്കൊരാളെ സഹായിക്കണമെന്നും സഹകരിക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. പക്ഷെ എല്ലായ്പ്പോഴും അതിന് സാധിക്കൂല. അപ്പൊ നമ്മൾ തീരുമാനിക്കണം, ഒരു വ്യക്തിയോ അല്ലെങ്കിൽ മഹല്ലിലെ ആളുകൾ തീരുമാനിക്കുന്നു, നമുക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കണം, അതൊരിക്കലും സാധ്യമാവൂല. ഒരാൾ എത്ര തുനിഞ്ഞിറങ്ങിയാലും മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധ്യമല്ല. ഇവിടെ ഖുർആൻ പറഞ്ഞത്, നിന്റെ അരികിലേക്ക് ആരെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നു, നിന്റെ അരികിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആളുകൾ ചോദിച്ചു വന്നു, സ്വാഭാവികമല്ലോ. ഇല്ലാത്തവൻ നിവൃത്തികേട് കൊണ്ടാണ് നമ്മുടെ അരികിലേക്ക് വരുന്നത്. ഉണ്ടായിട്ടും അഭിമാനത്തിന് എല്ലാവർക്കും വിലയുണ്ട്. അഭിമാനമെല്ലാം മാറ്റിവെച്ച് നമ്മുടെ അരികിലേക്ക് ഒരാൾ അന്വേഷിച്ചു വരുമ്പോൾ ചോദിച്ചു വരുന്നത് ആരെങ്കിലും അവന് വരുന്നുവെങ്കിൽ റബ്ബിക്ക്, നിന്റെ അരികിൽ ഒന്നുമില്ല, അദ്ദേഹത്തിന് കൊടുക്കാനൊന്നുമില്ല, അദ്ദേഹത്തിന് സഹകരിക്കാൻ നിനക്ക് സാധ്യമല്ല എന്ന് പൂർണ്ണമായ ബോധ്യവുമുണ്ട്. ഈ ബോധ്യമുള്ള സമയത്ത് നീ ചിന്തിക്കേണ്ടത്, നീ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള റഹ്മത്തിനെ, ഒരു ഐശ്വര്യത്തെ നീ ആഗ്രഹിക്കുക. അള്ളാഹു എനിക്കിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിനോട് സഹകരിക്കുമായിരുന്നു, ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ എല്ലാ നിലക്കും സഹായിക്കുമായിരുന്നു എന്ന ചിന്തയാണ് മുന്നോട്ട് വെക്കേണ്ടത്. നിനക്ക് അതിനും സാധ്യമില്ല, ഒന്നിനും സാധ്യമില്ലെങ്കിലോ തെർജൂഹ, നീ അദ്ദേഹത്തെ മടക്കി അയക്കുക. കുല്ലഹും കൗലൻ മൈസൂറ, നീ സൗമ്യമായ വാക്ക് പറ, സൗമ്യമായ വാക്കുകൊണ്ട് നീ അദ്ദേഹത്തെ പറഞ്ഞേക്ക്. അപ്പൊ ഇവിടെ ഖുർആൻ നൽകുന്ന 3 രീതിയിലാണ് ഇടപെടലുകൾ. നിന്റെ അരികിലേക്ക് ഒരാൾ വരുന്നു, ആ ഒരാൾ നിനക്ക് സഹായിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലെന്ന് ബോധ്യപ്പെടുമ്പോൾ അദ്ദേഹത്തോട് എന്ത് ചെയ്യണം? സൗമ്യമായ രീതിയിൽ പെരുമാറണം. മറ്റൊന്ന്, അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ഒരു റഹ്മത്തിനെ, ഒരു ഐശ്വര്യത്തെ, ഒരു ഫളിനെ നീ ആഗ്രഹിക്കണം, നീ ചോദിക്കണം. അദ്ദേഹത്തോട് സൗമ്യമായി പറയാലോ, ഇപ്പൊ എൻ്റെ കാര്യം തന്നെ പ്രയാസത്തിലാണ്,
എനിക്ക് എന്തെങ്കിലും ഒരു ഐശ്വര്യം ലഭിക്കുകയാണെങ്കിൽ ഞാൻ താങ്കളോടാണ് ആദ്യമായി പരിഗണിക്കുക എന്നൊരു നല്ല വാക്ക് ഒരിക്കലും അദ്ദേഹത്തെ പറഞ്ഞയക്കുമ്പോൾ തുർജൂഹ, നീ മടക്കി അയക്കുകയാണെങ്കിലും പ്രയാസപ്പെടുത്തുന്ന മാനസികമായോ ശാരീരികമായോ നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും ഒരു വാക്ക് കൊണ്ടുപോലും ചോദിച്ചു വരുന്ന ആളുകളെ പ്രയാസപ്പെടുന്നത് കുല്ലഹും ഖൗലൻ മൈസൂറാ, സൗമ്യമായ വാക്ക് പറയണമെന്ന. ഇല്ല, നമ്മൾ അദ്ദേഹത്തെ ആട്ടിവിടുന്നു. അല്ലെ, പൂച്ചയെയും മറ്റുള്ള ഈ കോഴികളെയും ആട്ടിവിടുന്നത് പോലെ ഒരു മനുഷ്യൻ ചോദിച്ചു വരും അവരെ ആട്ടിവിടുന്നുവെങ്കിൽ ഈ തോട്ടക്കാർക്ക് സംഭവിച്ച നാശം നിന്നിലും സംഭവിക്കുമെന്ന പാഠമാണ്. അവിടെയല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുന്ന ഒരുപാട് വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുൽ മുഫ്ലിഹൂൻ, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുൽ മുഫ്ലിഹൂൻ. ആരാണ് സ്വാർത്ഥതയിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവൻ വിജയിച്ചവനാണെന്നതാണ്. അപ്പൊ സ്വാർത്ഥത എന്ന സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റിവെക്കേണ്ട ഒരു അനിവാര്യ ഘടകമാണ്. കാരണം ആളുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്ന് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ആയത്തുണ്ടല്ലോ, ഒരുപാട് ആയത്ത്, യസ്അലൂനക, എങ്ങനെയാണ് പ്രവാചകർ യസ്അലൂനക മാദാ യുൻഫിഖൂൻ, ഞങ്ങൾ എങ്ങനെ ചെലവഴിക്കണം എന്ന ആയത്തുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടത്? ഇപ്പൊ ചെലവഴിക്കാനുള്ള സാമ്പത്തിക വ്യവസ്ഥ ഞങ്ങൾ എങ്ങനെ തീരുമാനിക്കണം പ്രവാചകരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് വന്നിട്ട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ അതിന് നൽകുന്ന മറുപടി കുൽ അൽ അഫ്വ, ഉള്ളത് കൊണ്ട് നീക്കി വെക്കുക. അതെങ്ങനെ ഉള്ളത് കൊണ്ട് നീക്കി വെക്കുക? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ളതുമുണ്ട് അത്യാവശ്യമുള്ളതുമുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമസ്കാരത്തിന് ചെല്ലുന്നതിന് മുമ്പ് വസ്ത്രം വാങ്ങുന്നു. നമുക്ക് വസ്ത്രം വാങ്ങണം, നമ്മുടെ മക്കൾക്കും വസ്ത്രം വാങ്ങണം, ഇണകൾക്കും കുടുംബക്കാർക്കും വസ്ത്രം വാങ്ങുന്നു. ആവശ്യവുമുണ്ട്, അതിൽ അത്യാവശ്യവുമുണ്ട്. ഇപ്രാവശ്യത്തെ പെരുന്നാളിൽ വസ്ത്രം വാങ്ങുമ്പോൾ അത്യാവശ്യമാണ് ഒരു വസ്ത്രം എടുക്കുക എന്നുള്ളത്. 2, 3, 4, 5 കൂട്ടെടുക്കൽ ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്. പക്ഷെ അത് അത്യാവശ്യമല്ല. അത്യാവശ്യം എന്നുള്ളത് ഒരൊറ്റ വസ്ത്രമാണ്. ആ ഒരൊറ്റ വസ്ത്രം ഞാൻ എടുക്കുന്നു, എൻ്റെ മക്കളെടുക്കുന്നു, എൻ്റെ മാതാപിതാക്കൾക്ക് എടുത്തു കൊടുക്കുന്നു. ആവശ്യമായ മറ്റു 4, 5, 6 എടുക്കാനുള്ള ആവശ്യമായ എൻ്റെ സമ്പത്തിനെ എൻ്റെ അയൽവാസിയിലേക്ക് നീക്കി വെക്കുന്നു, ഒരു അനാഥരായ കുട്ടികളിലേക്ക് നീക്കി വെക്കുന്നു. കുലാൽ അഫ്വ, പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുക്കുക, ഉള്ളിൽ നിന്ന് നീക്കി വെക്കുക. ഒരു പാത്രക്കടയിൽ പോയാൽ ആ പാത്രക്കടയിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതേ ആ പാത്രക്കടയിലുള്ളൂ. ഓരോ സാധനം നോക്കി കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ആ പാത്രക്കടയിലുള്ളൂ. അത് വിചാരിച്ച് നമ്മൾ ആ പാത്രക്കടയിലേക്ക് ഒരു ലോറി വിളിച്ച് മുഴുവൻ പാത്രവും ലോറിയിലേക്ക് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല. അവിടെ നിന്ന് ആവശ്യമുണ്ട് എല്ലാ പാത്രവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത്യാവശ്യമുള്ളത് തിരഞ്ഞെടുക്കുന്നു. എൻ്റെ വീട്ടിലേക്ക് ഇതാണ് ഇപ്പം അത്യാവശ്യമുള്ളൂ, ആ അത്യാവശ്യത്തെ എടുക്കുന്നു, ആവശ്യത്തെ മാറ്റി വെക്കുന്നു. ഇതേപോലെ നാം അത്യാവശ്യത്തെ സ്വീകരിച്ച് ആവശ്യമുള്ളതും നമുക്ക് കഴിവും പ്രാപ്തിയുമുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കേണ്ടതെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതെന്ന. അതുകൊണ്ട് ഈ സ്വാർത്ഥതയെ മാറ്റി, ഈ ഷുഹ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അറബി ഭാഷയിൽ ഷുഹിന് ഉപയോഗിക്കാറുള്ളത് എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും എനിക്ക് കിട്ടിയത് മറ്റൊരാൾക്ക് ലഭിക്കുന്നത് ഇഷ്ടമല്ല, അത് മറ്റൊരാൾക്കും കിട്ടരുത് എന്നൊരു ചിന്താഗതിയാണ്. അപ്പൊ അത് ആരിൽ നിന്ന് ആ ചിന്താഗതി മാറ്റിവെക്കുന്നോ ഫൗലൈകുമുൽ മുഫ്ലിഹൂൻ, അവരാണ് കേട്ടോ വിജയിച്ചവനെന്നാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട് മറ്റൊരു വിഷയത്തിലേക്ക്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, തഖൂശു, നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാർത്ഥതയെ സൂക്ഷിക്കണം. സ്വാർത്ഥതയെ നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണം. എന്തുകൊണ്ടാ? നിങ്ങൾക്കുള്ള മുമ്പ് കഴിഞ്ഞു പോയ സമൂഹം ഉണ്ടല്ലോ, ആ സമൂഹം മുഴുവനും രക്തം ചീന്താൻ കാരണമായത്, ആ സമൂഹം മുഴുവനും തമ്മിൽ തെറ്റാൻ കാരണമായത്, ആ സമൂഹം മുഴുവൻ അധപ്പതനത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ കാരണമായത് ഇതേ ശുഹാണ്, ഇതേ സ്വാർത്ഥതയാണ്. അവനാനിസം നമ്മൾ പറയില്ല, മുഴുവൻ അവനക്ക് വേണ്ടി മാത്രം, മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്ന മനോഭാവം, അതാണ് മുന്നുള്ള സമൂഹം നശിക്കാൻ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനത്തിന്റെ ചില അടയാളങ്ങൾ എണ്ണുന്നു. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്തു പറയുന്നു. ഒന്ന് വിശദീകരിക്കുന്നത് റുക്ബത്തുൽ ഇൽമ്, അറിവ് ഉയർത്തപ്പെടുന്ന. ഒരാളിൽ നോക്കിയാൽ അറിവ് പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല. ഇന്ന അറിവോ അത് ഇന്നാളോട് ചോദിക്കണം, ഇന്നതോ അത് ഇന്നാളോട് ചോദിക്കണം, ഇന്നതോ അത് ഇന്നാളോട് ചോദിക്കണം എന്ന രൂപത്തിലേക്ക് അറിവ് ഒരാളിലും പൂർണ്ണമല്ലാത്തൊരവസ്ഥ. മുന്നേ നമ്മുടെ പണ്ഡിതന്മാരുടെയൊക്കെ അവസ്ഥ എല്ലാ നിലക്കും അറിവുള്ള ആളുകളായിരുന്നു. എല്ലാ രീതിയിലും ഖുർആൻ പഠിക്കണമെങ്കിൽ അവൻക്ക് ഏകദേശം താരീഖിനെ കുറിച്ചും ചരിത്രത്തെക്കുറിച്ചൊരു ബോധമുണ്ടായിരിക്കണം, അനാട്ടമിയെ കുറിച്ച് ബോധമുണ്ടായിരിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ വശങ്ങളെയും കുറിച്ച് ബോധമുള്ള ആളുകളായിരുന്നു മുൻഗാമികളായ പണ്ഡിതന്മാർ.
ഇന്ന് ഓരോരുത്തരും ഓരോ ദിശയിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമാണ്. അതേ രൂപത്തിലാണ് തഖാറബു സമാൻ, കാലം ഇങ്ങനെ അധികരിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച ആയത് ഈ വെള്ളിയാഴ്ചയുടെ ഇടയിൽ നടന്നത് എത്രയോ പെട്ടെന്ന് പോയില്ലേ. 18 വർഷം മുന്നേ നടന്ന വിവാഹം പക്ഷെ ഇന്നലെ കഴിഞ്ഞ പോലെ. 6 കൊല്ലം മുന്നേ കണ്ട സുഹൃത്തിനെ ഇന്ന് കാണുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട പോലെ എന്ന് ജീവിതത്തിൽ സമയം പെട്ടെന്ന് പോകുന്നു. അത് ജീവിതത്തിൽ അനുഭവപ്പെടും. ലോകാവസാനത്തിന്റെ അടയാളമാണ്. അതേപോലെയാണ് സ്വാർത്ഥത അധികരിക്കും. അത് ലോകാവസാനത്തിന്റെ അടയാളത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഈ സ്വാർത്ഥത വലിയവരിൽ വേണ്ട, വിട്ടേക്ക്. ചെറിയ മക്കളടക്കുന്ന സ്വാർത്ഥന്മാരാ അല്ലേ? ചെറിയ കുട്ടികൾ ഒരു പെണ്ണ്, നമ്മൾ പിതാക്കന്മാർ ഒരു പെണ്ണ് മേടിച്ചു കൊടുത്തു 2 മക്കൾക്ക്. ഒരു മകന് ചുവപ്പ് പെണ്ണും ഒരു മകന് പച്ച പെണ്ണും മേടിച്ചു കൊടുത്തു. ഒരാളുടെ കാണാനില്ല, മറ്റവന്റെ പെണ്ണെടുക്കുമ്പോഴേക്കും ഈ ചെറിയ കുട്ടികൾ അടികൂടുന്നു. ഇത് എന്റെ പെന്നാ, ഇത് എന്റെ ബാഗാ, ഇത് എന്റെ ബോക്സാ, ഇത് എന്റെ സൈക്കിളാ, ഇത് എന്റെ പുസ്തകം, നീ എടുക്കണ്ട, നീ തൊടണ്ട, ഇത് എന്റേതാ 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 എന്നൊരു മനോഭാവം. സ്വന്തം സഹോദരന്റെ പെണ്ണൊന്ന് ഇവൻ എടുത്തെന്ന് കരുതി ആ പെണ്ണ് തേഞ്ഞു പോവുകയില്ല. പക്ഷെ എന്നാലും അവൻ്റെത് മാത്രം എടുത്താൽ മതി, എന്റെ നീ തൊടണ്ട, അത് എന്റെ സൈക്കിളാ, നീ ഇരിക്കണ്ട എന്ന മനോഭാവത്തിലേക്ക് ചെറിയ മക്കള്, വലിയവരെ വിടൂ, ചെറിയ മക്കളടക്കം സ്വാർത്ഥതയിലേക്ക് കടന്നു വരുന്നു. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലോകാവസാനം വരുമ്പോൾ സ്വാർത്ഥന്മാര് കടന്നു വരുമെന്നുള്ളതാ. പ്രാർത്ഥന പോലും സ്വാർത്ഥരാണ് ചില ആളുകള്. അയൽവാസിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, അങ്ങനെ ഒരു ചിന്താഗതിയിലില്ല എന്നാണ്. സ്വന്തം മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവ് സ്വന്തം ജ്യേഷ്ഠന്റെ മകന് വേണ്ടിയുള്ള പ്രാർത്ഥന നഷ്ടപ്പെടുന്നു. സ്വന്തം ജ്യേഷ്ഠന് അനുജന്റെ മകനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നഷ്ടപ്പെടുന്നു. നമ്മുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് നമ്മുടെ വീടിന് കാവൽ നിൽക്കുന്ന നമ്മുടെ അയൽവാസികളുണ്ട്. ഒരു ശബ്ദം കേട്ടാൽ ഓടി വരുന്ന അയൽവാസികളുണ്ട്. ആ അയൽവാസികൾക്ക് വേണ്ടിയിട്ടൊരു പ്രാർത്ഥന. റബ്ബേ, എന്റെ മകന് ഖൈർ നൽകുന്നത് പോലെ, എന്റെ മകന് ഉന്നതമായ വിദ്യാഭ്യാസം നൽകുന്നത് പോലെ, എന്റെ മകന് ഉന്നത സാലറി നൽകുന്നത് പോലെ എന്റെ ജ്യേഷ്ഠന്റെ മകന് നൽകണേ. എന്റെ മകന് ബുദ്ധിശക്തി നൽകിയതുപോലെ എന്റെ അനുജന്റെ മകന് ബുദ്ധിശക്തി നൽകണേ. ഇതൊരു പ്രാർത്ഥന. എന്റെ മകന് ജോലി നൽകിയതുപോലെ അപ്പൊ എന്റെ അയൽവാസിക്കും ഖൈർ നൽകണേ, ബർക്കത്ത് നൽകണേ. എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് നൽകിയതുപോലെ എന്റെ അയൽവാസിക്കും ബർക്കത്ത് നൽകണേ. ഞങ്ങളെ വീടിനെ സംരക്ഷിക്കുന്നത് പോലെ, ഞങ്ങളെ മക്കളെ സംരക്ഷിക്കുന്ന പോലെ എന്റെ അയൽവാസിയുടെ മക്കളുടെയും സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന. അധികമൊന്നും വേണ്ട. നമ്മൾ കൂട്ടുകാരുടെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. എനിക്ക് എൻ്റെ കൂട്ടുകാരനെ ഇഷ്ടമാണ്. ഒരു ചായ കുടിയിലോ ഏതെങ്കിലും ഒരു കഫേയിൽ ഒരു കോഫി കുടിക്കുന്ന ബന്ധത്തിലുള്ളതല്ല സ്നേഹം എന്ന് പറഞ്ഞാൽ. ആ സ്നേഹം അവനറിയാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരൻ. എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര ആത്മാർത്ഥതയോട് കൂടിയാണോ, ഇതേ ആത്മാർത്ഥതയോട് കൂടി എൻ്റെ കൂട്ടുകാരനും ആ നന്മ ലഭിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വലക്ക് മീസിൽ അവനും അതുപോലെ നൽകണമെന്ന് മലക്കാണ് മറുപടി നൽകുക. മലക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന നഷ്ടമില്ലാത്ത കച്ചവട നമ്മൾ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ? നമ്മുടെ ആത്മാർത്ഥമായ കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന അവസാനം എന്ന് ആലോചിച്ചാൽ കൃത്യമാ. വാപ്പാന് ഇഷ്ടാണ്, ഉമ്മാന് ഇഷ്ടാണ്, അനുജന് ഇഷ്ടാണ്, അനുജത്തി ഇഷ്ടമാണ് എന്ന് നാവ് കൊണ്ട് പറയുന്നതിന് പകരം ആത്മാർത്ഥമായി നമ്മുടെ പെങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അനുജന് വേണ്ടി, അനുജത്തിക്ക് വേണ്ടി, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന എന്നാണ് നമ്മൾ നടത്തിയതെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ അയൽവാസിയും മറ്റുള്ളവരൊക്കെ വിടാം, നാട്ടുകാരൊക്കെ വിടാം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുൽ മുഫ്ലിഹൂൻ. ആരാണ് ആ സ്വാർത്ഥതയിൽ നിന്ന് രക്ഷപ്പെടുന്നത് അവനാണ് വിജയിച്ചവൻ. നമ്മൾ ഫലസ്തീനികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുല്ലേ? അവിടെയാണ് നമ്മുടെ മനസ്സിന്റെ വിശാലത. ഏതെങ്കിലും ഒരുത്തൻ കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സ്വന്തം രക്തബന്ധുക്കള് നന്നാവുന്നത് പലർക്കും ഇഷ്ടമല്ല. എത്രമാത്രം കടുത്തുപോയി നമ്മുടെ ഹൃദയം. അവിടെയാണ് ആ ഹൃദയം മാറ്റിയ ആ ഹൃദയത്തോടുകൂടി എനിക്കും എൻ്റെ മക്കൾക്കും അവനിക്കും എൻ്റെ ഭാര്യയ്ക്കും എനിക്കും എൻ്റെ സർക്കിളും മാത്രമുള്ള ചിന്താഗതി ഉണ്ടല്ലോ, ആ ചിന്താഗതിയുമായി നീ നടക്കുന്നുവെങ്കിൽ അവൻ വിജയിച്ചവനല്ല. കമാ ബലൗന അസ്ഹാബൽ ജന്ന, ആ തോട്ടക്കാർക്ക് സംഭവിച്ച നാശം നമ്മളിലും പിടികൂടും. അതുകൊണ്ട് ആ തോട്ടക്കാർക്ക് സംഭവിച്ച നാശം അവരുടെ ചിന്താഗതി കുടുസമായ മനസ്സായിരുന്നു. മുഴുവൻ ഞങ്ങളെടുക്കും, വലായസ്തസ്നോൻ, ഒരുത്തനും ഒരു പാവപ്പെട്ടവനും ഞങ്ങൾ ബാക്കിയാക്കൂല. ഈ ചിന്തയായിരുന്നു അവർ നശിക്കാൻ കാരണം. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ബാക്കിയുള്ളവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക്, ഒരു വിശാലമായ രീതിയിലേക്ക് എത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായമുണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഉയർത്താനും മനസ്സ് വിശാലമാക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم اشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസം, ഏകനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂചിപ്പിച്ചു വന്ന വിഷയം സൂറത്തുൽ ഖലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സംഭവം, തോട്ടക്കാർക്ക് സംഭവിച്ച നാശം അത് നമ്മൾ ഒരിക്കലും പിടികൂടരുത്. മനസ്സ് കുടുസതയോടുകൂടി പോകുന്ന ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ, കുല്ലു സുലാമ മിനന്നാസി അലൈഹി സ്വദഖ, മനുഷ്യൻ്റെ ഓരോ സന്ധികൾ കൊണ്ട് അവന് സ്വതക്കയുണ്ട്. ഇപ്പോൾ സന്ധി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോ സന്ധികൾ കൊണ്ട് അവന് സ്വതക്കയുണ്ടെന്ന്, അവന് ദാനധർമ്മമുണ്ട്. കുല്ലയോമിൻ തത്ലഹു ഫീ ശംസി അതിൽ ബനീസിന് സ്വതക്ക. ഒരാൾ പ്രഭാതത്തിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുതൽ അദ്ദേഹത്തിന് സ്വതക്കയുണ്ടെന്നാണ്. അവിടെ വിശദീകരിക്കുന്ന സ്വതക്ക രണ്ടാളുകൾക്കിടയിൽ അവന് സുൽഹ് ഉണ്ടാക്കുന്നു, പ്രശ്നം പരിഹരിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നു. വളരെ ലളിതമായി ഒരു ഇണയും രണ്ട് ഇണകൾ തമ്മിലൊരു പ്രശ്നം, ആ പ്രശ്നം സ്വാഭാവികമായും നാട്ടിലെ പ്രധാനി എന്ന നിലയ്ക്ക് നമ്മുടെ അരികിലേക്ക് എത്തും. നമ്മുടെ അരികിലേക്ക് ആ പ്രശ്നം എത്തുന്നു, നാം അതിനെ സൗമ്യമായി ഇടപെടുന്നു, അത് പരിഹരിച്ചു കൊടുക്കുന്നു. ഫഹിയ സ്വതക്ക, അത് സ്വതക്കയല്ലേ, ദാനധർമ്മമല്ലേ. ഇന്ന് എന്തെങ്കിലും പ്രശ്നം അയൽവാസികൾ തമ്മിലോ, ഇന്ന് ഏറ്റവും കൂടുതൽ ന്യൂജൻ അനുഭവിക്കുന്ന പുതിയ തലമുറ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിവാഹ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. ഈ ആഴ്ചകൾ ഒരുപാട് കേസുകൾ അത്തരം വിധത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. വിവാഹം കഴിച്ചത് മുതൽ ഇണയേറ്റ് പ്രശ്നം, ഇണയും ഉമ്മയുമായിട്ടുള്ള പ്രശ്നം. മകൻ അതുവരെ സ്നേഹമുണ്ടായിരുന്നു എന്നോട്, അവന് ഇണ ലഭിച്ചേക്കും ഇന്നലെ വന്നൊരു സ്ത്രീയെ കണ്ടപ്പോഴേക്കും എന്നോടുള്ള പെരുമാറ്റം, എന്നോടുള്ള സംസാരം, ഉപ്പാക്കുള്ള ഫോൺ കോളെല്ലാം മകൻ മാറ്റിവെക്കുന്നു എന്ന സങ്കടവുമായി ഒരു ഭാഗത്ത്. എന്നാൽ ചില കുടുംബങ്ങൾ വ്യത്യസ്തമാണ്. മകൻ എന്നേറ്റ് നല്ല പോലെയാണ് ഉമ്മാക്ക്, പക്ഷെ വന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമാണ് പരാതി. ഞങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിലല്ല, പിന്നെ അങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു. എന്നും പ്രശ്നമാണ്, എന്നും കലഹമാണ്, എന്നും ഒച്ചയും വിളിയുമാണ്. ഇങ്ങനെ പലജാതി പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം കുടുംബ സംവിധാനങ്ങൾ മുഴുവൻ തകർച്ചയിലേക്ക് എത്തുന്ന ഒരു വഴിവക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ മുന്നിൽ കാണുന്നു. ഈ ഇങ്ങനെ എല്ലാ വാർത്തകൾ കേൾക്കുമ്പോൾ ഇതിനെല്ലാം പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും? രണ്ട് കൈകൾ കൂട്ടിയടിക്കുമ്പോൾ മാത്രമേ ശബ്ദമുണ്ടാവൂ. അതുകൊണ്ട് രണ്ട് കൈകൾ കൂട്ടിയടിക്കാൻ സമ്മതിക്കാതെ നാം അതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം അധികരിക്കുന്നു. അതുകൊണ്ട് ഈ ഹദീസിന് പ്രസക്തിയും ഇന്ന് വേഗം തിരിയുന്നതാണ്. ഇങ്ങനെ ഇടപെടുമ്പോൾ എന്ത് ചെറിയ വിഷയമായാലും ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, നമ്മുടെ മെസ്സേജ് കൊണ്ട് ഒരു കുടുംബമോ ഒരു ആളുകളോ തെറ്റുകയല്ല വേണ്ടത്. നമ്മുടെ മെസ്സേജ് കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്, നമ്മുടെ നാവിൻ്റെ സംസാരം കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് സുലുഹ് ഉണ്ടാക്കുന്നു, ഫഹിയ സ്വതക്ക. അവർ തമ്മിൽ രഞ്ജിപ്പുണ്ടാകുന്നു, ഫഹിയ സ്വതക്ക. നുണ പറയാനുള്ള ഒരു സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് ഒന്നേതാ, ഈ സുലുഹ് ഉണ്ടാക്കുന്നോർത്ത. രണ്ടുപേരും ഒന്നിച്ച് പോയിക്കോട്ടെ, ഒന്ന് യോജിച്ച് പോയിക്കോട്ടെ. എന്തെങ്കിലും ഒരു വാക്കിൻ്റെ പേരിലോ ഒരു 10,000 രൂപയുടെ പേരിലോ തെറ്റിയ ബിസിനസിൻ്റെ പേരിൽ തെറ്റിയവരായിരിക്കാം, വർഷങ്ങളോളം മിണ്ടുന്നില്ല. എങ്കിൽ എന്തെങ്കിലും ഒരു സുലുഹ് ഉണ്ടാക്കാൻ പറ്റുമോ? നീ സുലുഹ് ഉണ്ടാക്ക്. അതിനുവേണ്ടി എന്തെങ്കിലും നിനക്ക് പറയണമെങ്കിൽ പറയാം. ഒന്നൊരു ഇളവ് നൽകിയത്, ഒരു റുഖ്സ നൽകിയ ഒരു ഇടം എന്നുള്ളത് ഈ രഞ്ജിപ്പുണ്ടാകുന്ന മേഖലയാണ്. അതുകൊണ്ട് നാം ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മുടെ അരികിലേക്ക് ആരെങ്കിലും പ്രശ്നമായി വരുമ്പോൾ അതിൽ ഇടപെടാൻ സാധിക്കുകയും അത് നല്ല രൂപത്തിൽ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഫഹിയ സ്വതക്ക, അത് അവന് പ്രഭാതത്തിൽ തന്നെ ലഭിക്കുന്ന, രാവിലെ സൂര്യൻ ഉദിച്ചാൽ തന്നെ ലഭിക്കുന്ന ഒരു സ്വതക്കയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇത് ദീർഘമായ ഹദീസാണ്, മറ്റു വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാമെന്ന ആ നിലക്ക് തന്നെ നാം ഇടപെടുമ്പോൾ, അപ്പോൾ ഇവിടെയെല്ലാം ഇടപെടുമ്പോഴും രണ്ടുപേര് സുലുഹ് ഉണ്ടാക്കണമെങ്കിലൊക്കെ ഇവൻ്റെ മനസ്സും എന്തേനും ഒരു പാകമാവണം, മറ്റവരൊന്ന് ഒന്നിക്കണം, ഒന്ന് യോജിച്ച് പോകണം എന്ന മനസ്സ് നമുക്കുണ്ടെങ്കിലേ അതിന് പണിയെടുക്കൂ. അല്ലെങ്കിൽ പിരികേറ്റുമെന്ന് നാടൻ ഭാഷ പറയല്ലേ, മൂച്ചിമ കയറ്റുമെന്ന് പറയുന്ന രൂപത്തിലേക്ക് ആളുകൾ എന്ത് ചെയ്യും, തിരിച്ചുവിടും. അതിങ്ങനെ ആളുകൾ തല്ലുകൂടുമ്പോൾ ആരാൻ്റെ അമ്മക്ക് ഭ്രാന്തായ നല്ല രസമാണെന്നതുപോലെ അതിങ്ങനെ പിരിച്ചുവിടാനും അവർ തമ്മിൽ കൂടുതൽ ശണ്ട കൂടാനുമുള്ള സാഹചര്യം ഒഴിവാക്കി
ആ മനസ്സ് കുടുസമായ മനസ്സാ. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതം പരാജയമായിരിക്കും. ആ തോട്ടക്കാർക്കും സംഭവിച്ചത് ഇതേ നാശമാണ്. അവരുടെ ചിന്താഗതിയും കുടുസമായി പോയി. അതുകൊണ്ട് മനസ്സിനെ വിശാലമാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് വന്നു പോയിട്ടുള്ള എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മനസ്സിനെല്ലാം വിശാലമായ മനസ്സാക്കി നൽകുമാറാകട്ടെ. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന സഹിഷ്ണുയുടെ സഹവർത്തത്തിന്റെ രൂപത്തിലേക്കുള്ള വിശാലമായ ഒരു മനസ്സിന്റെ ഉടമകളാക്കണ റഹ്മാൻ എന്ന് ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയെല്ലാം